ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഒരുപാട് വിഷമത്തോടുകൂടി ഒരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ അതിന് കുറച്ച് 1-2 പേര് കമൻറ്റുകളൊക്കെ ഇട്ടത് ഞാൻ കണ്ടു. അതിൽ വായിച്ച കമൻറ്റുകളിൽ ശരിയാണ്, ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷങ്ങൾ മാത്രമൊന്നും കിട്ടില്ല, അതറിയാം. ചില സമയങ്ങളിൽ നമുക്ക് സങ്കടങ്ങൾ മാത്രമായിരിക്കാം. പക്ഷെ ഞാൻ ഈ 10 വർഷത്തിനിടയ്ക്ക് അനുഭവിച്ച അതുപോലത്തെ സംഭവങ്ങളാണ്. അത് അനുഭവിച്ചിരിക്കുന്ന പലരും പലതായിരിക്കാം, പല അനുഭവങ്ങളായിരിക്കാം. എല്ലാവരും അനുഭവിക്കുന്നുണ്ട്, ഇന്നും പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും പുറത്ത് പറയാതെ ഉള്ളിലൊതുക്കി കൊണ്ടുപോകുന്നുണ്ട്, ആരോടും പറയാൻ പറ്റാതെ, ആരോടും ഒന്നും അറിയിക്കാൻ പറ്റാതെ. പലരും വേദനകൾ കടിച്ചമർത്തി നടക്കുന്നവരും ഉണ്ട്. ഞാനും അതുപോലൊക്കെ തന്നെ ആയിരുന്നു. കുറേ നാൾ മുമ്പ് വരെ ഞാനും അങ്ങനെ കടിച്ചമർത്തി നടന്നിരുന്ന ഒരാൾ തന്നെയാണ്. കുറച്ച് നാളൊക്കെ മുമ്പ് തൊട്ടാണ് ഞാനിങ്ങനെ പുറത്തോരോന്ന് പറഞ്ഞ് തുടങ്ങിയത്. അതുവരെ ഒന്നും ഞാനൊന്നും പറയില്ലായിരുന്നു. ഞാനും എൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ച് താങ്ങാൻ പറ്റില്ല എന്നായപ്പോഴാണ് ഞാനും പുറത്തേക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ എനിക്കറിയാം വിഷമങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എല്ലാവരും ഒരുപാട് സ്റ്റേജിലൂടെയൊക്കെയാണ് പോണത്. എനിക്കറിയാം, ഞാനും പലരെയും കാണാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് പറയാൻ പറ്റില്ല, അത്രമാത്രം വേദന അനുഭവിച്ചു. ചിലരെന്നോട് ചോദിക്കും, എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇത് സഹിക്കുന്നതെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്നെ അറിയാവുന്നവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ ഇത്രയും താങ്ങുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചില ഡോക്ടേഴ്സുമാർ വരെ ചോദിച്ചിട്ടുണ്ട്, ഇത്രയും ഇതിനെക്കൊണ്ട് താങ്ങാൻ എങ്ങനെ കഴിയുന്നു, എങ്ങനെ പറ്റുന്നു എന്നൊക്കെ. എന്താണെന്നറിയില്ല. നമ്മൾ അതാണ് പറഞ്ഞത്, എനിക്ക് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ളവർക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹമൊന്നും ഇല്ല, മനസ്സിലായില്ലേ? ഇന്ന് മരിച്ചാൽ ഇന്ന് മരിക്കട്ടെ, നാളെ മരിച്ചാൽ നാളെ മരിക്കട്ടെ എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് അവരുടെയൊക്കെ ഇത്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹമുള്ള ആണുങ്ങളുണ്ടല്ലോ, ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകരുത്, മനസ്സിലായില്ലേ? അവന്മാർക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ അവർ കല്യാണം കഴിക്കരുത്. കുട്ടികളൊന്നും ആവാതെ അവരവരുടെ ഇഷ്ടത്തിന് അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഈ ഇടക്കാലം വെച്ചിട്ട് കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് അങ്ങനെയുള്ള ഒരുത്തനും ഇറങ്ങരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇറങ്ങിയിട്ട് പിന്നെ എന്താ പറയണ്ടേ, കൂടെ കൂടുന്ന ആൾക്കാരുടെ ഓരോരോ ഭാഗ്യം പോലെ ഇരിക്കും. ചില പെണ്ണുങ്ങൾ സ്നേഹമില്ലാത്തവളുമാരായിരിക്കും, പല വഴിക്കും പല രീതിയിലും പോവുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നവരായിരിക്കും പല സ്ത്രീകളും. പക്ഷെ ചിലർ എന്താ പറയണ്ടേ, അവർ കെട്ടിയവർ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ വലിയ സംഭവങ്ങളാണെന്നുള്ള രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ചിലപ്പോൾ താങ്ങാൻ ഭയങ്കര വിഷമമായിരിക്കും. പക്ഷേ അതേസമയം ഇവരോട് അത്രയും വലിയ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒന്നും അല്ല. കാരണം അവരിതൊന്നും ഒന്നും ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ ജീവിക്കും. കാരണം ഇതൊന്നും എനിക്കൊന്നും അല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല, ഇതൊന്നും എന്നെ അലട്ടുന്ന പ്രശ്നങ്ങളല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്. പക്ഷേ എന്നെ പോലത്തെയുള്ള സ്ത്രീകളെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. നമ്മൾ കുടുംബമായിട്ട് ജീവിച്ച് ഭർത്താവ് കുട്ടി അങ്ങനെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പോകുന്ന ആൾക്കാരാണ്. എന്താ പറയണ്ടേ, അവരില്ലാതെ ഒന്നുമില്ല എന്നറിഞ്ഞ് ജീവിക്കുന്നവർ തന്നെയാണ് നമ്മൾ. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പം താങ്ങാൻ പറ്റാതെയും ഒട്ടും ഇതാവാൻ പറ്റാതെ നിൽക്കുന്നത്. പിന്നെ പല ആൾക്കാരും സ്ത്രീകളും മരിക്കുമ്പം അച്ഛനും അമ്മയും എല്ലാവരും പറയുന്നുണ്ട്, അയ്യോ എൻ്റെ അവൾ മരിച്ചു, അല്ലെ അവൾ ആത്മഹത്യ ചെയ്തു. പക്ഷേ അവൾ അനുഭവിക്കുന്ന വേദനകൾ എന്താണെന്ന്, ത്യാഗങ്ങൾ എന്താണെന്നും ആരും അറിയുന്നില്ല. അതായത് ഒരുപാട് ടെൻഷൻ സഹിക്കുക വയ്യാതെ ആണുങ്ങൾ ടെൻഷൻ കൂടുമ്പോൾ ഓടിപ്പോയി ബിവറേജിൽ കയറും. പെണ്ണുങ്ങൾ എന്താ ചെയ്യുക? പെണ്ണുങ്ങൾക്ക് ബിവറേജിൽ കയറാനും മദ്യപിക്കാനും പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ പെണ്ണുങ്ങളും ആ പരിപാടിക്കല്ല പോകുന്നത്. അവരവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കും. കാരണം അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാരാണോ അവർ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ എന്താണോ അവ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തും ചെയ്യും. അതാണ് അവസ്ഥ. പക്ഷെ അത് എനിക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇതിലൂടെയൊക്കെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ ആരിലൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഭയങ്കര ഒരു ബലമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. ഇല്ലെങ്കിൽ ഞാനിങ്ങനെയൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും വന്ന് പറയേണ്ട കാര്യം ഇല്ല. പക്ഷെ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശ്രമിക്കാം, മാറി ചിന്തിക്കാനും ശ്രമിക്കാം, എല്ലാത്തിനും തരണം ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെ വരെ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ പോകുന്നത്രയും എല്ലാം പോകട്ടെ.